യഥാർത്ഥത്തിൽ ഇത്രയും ദിവസം എന്തിനു വേണ്ടിയാണ് ഇത് തള്ളിക്കൊണ്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി AICC തീരുമാനിച്ചിരുന്നു, അല്ലെ ഹൈക്കമാൻഡ് ആഗ്രഹിച്ചിരുന്നു. കേരളത്തിലെ ജനരോഷം നമ്മൾ കണ്ടതാണ്. വി ഡി സതീശന്റെ പിന്നിൽ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പല സ്ഥലങ്ങളിലും വി ഡി സതീശന് വേണ്ടി ഫ്ലക്സുകൾ ഉയർന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. ഇപ്പോൾ വി ഡി സതീശന്റെ മുന്നിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല വലിയ കടുത്ത പ്രതിഷേധത്തിലാണ്. ഈ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ തന്നെ 10-11 ദിവസം ചർച്ചയുണ്ടാവേണ്ടി വന്നു. ഇനി മന്ത്രിമാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ചർച്ചകളും അടിയും ഒക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. നമസ്കാരം. ഒടുവിൽ ലോട്ടറി നറുക്കെടുത്തു. നറുക്ക് വീണിരിക്കുന്നത് വി ഡി സതീശനാണ്. വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഇനി ഒരുപാട് കടമ്പകളുണ്ട്. ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് NSSന്റെ കടുത്ത അതൃപ്തി വന്നിട്ടുണ്ട്. മൂന്നാമത്തത് ഇപ്പോൾ SNDPയുടെ കാരണവരെന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതൊക്കെ കൊണ്ട് മാറ്റി നിർത്തിയാലും കേരളത്തിന് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വി ഡി സതീശന് മേൽ അർപ്പിച്ചിട്ടുള്ള പ്രതീക്ഷ, അതായത് ഒരു വലിയൊരു സൂപ്പർ ഹിറ്റ് ചിത്രം, ഇപ്പോൾ ഒടിയൻ എന്ന് പറയുന്നൊരു സിനിമ കേരളത്തിൽ റിലീസായിരുന്നു. ആ ഒടിയൻ റിലീസാകുന്നതിന് മുമ്പ് അതിൻ്റെ സംവിധാനമായിട്ടുള്ള ശ്രീകുമാർ മേനോൻ കേരളത്തിന് മുമ്പിൽ വെച്ച ഒരു PR വർക്ക് ഉണ്ടായിരുന്നു. ആ PR വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്, ഇത് ഒരുപക്ഷെ വേൾഡ് ലെവലിൽ തന്നെ അറിയപ്പെടും, ഒരുപക്ഷെ ഇതിന് ഓസ്കാർ അവാർഡ് വരെ കിട്ടിയേക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ തിയേറ്ററിലെത്തിയ ഒടിയൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ കൂവലുകൾ ഏറ്റുവാങ്ങുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയുള്ള വലിയ പ്രതീക്ഷകളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് വി ഡി സതീശൻ എന്ന നേതാവിനുള്ളത്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വളരെ വലിയ പ്രതീക്ഷകളാണ്. എന്തൊക്കെയോ വലിയ വിസ്മയങ്ങൾ, പുതിയ മാറ്റങ്ങൾ, ഒരു പുതിയ കേരളം ഇവിടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കുറവുകളെ കുറിച്ചല്ല, അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ്. കഴിഞ്ഞ 11 ദിവസക്കാലമായി ഡൽഹിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പിന്നീട് ഡൽഹിയിലും ഖാർഗേന്റെ വീട്ടിലും AICC ആസ്ഥാനത്തും അതുപോലെ തന്നെ സോണിയാജിയുടെ വീട്ടിലും രാഹുൽ ഗാന്ധിൻ്റെ വീട്ടിലും പ്രിയങ്ക ഗാന്ധിൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് നിരവധി ചർച്ചകൾ നടന്ന് ഏറ്റവും ഒടുവിലാണ് ഈ വി ഡി സതീശനിലേക്ക് ഒടുവിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാവട്ടെ എന്ന് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും ദിവസം എന്തിനു വേണ്ടിയാണ് ഇത് തള്ളിക്കൊണ്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി AICC തീരുമാനിച്ചിരുന്നു, അല്ലെ ഹൈക്കമാൻഡ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷവും ഈ MLA-മാരുടെ നിയുക്ത MLA-മാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനായിരുന്നു. പക്ഷേ കേരളത്തിലെ ജനരോഷം നമ്മൾ കണ്ടതാണ്. വി ഡി സതീശന്റെ പിന്നിൽ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പല സ്ഥലങ്ങളിലും വി ഡി സതീശന് വേണ്ടി ഫ്ലക്സുകൾ ഉയർന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. സോഷ്യൽ മീഡിയ മൊത്തം കെ.സി. വേണുഗോപാലിനെതിരെ വലിയ പ്രചരണങ്ങൾ വന്നു. ഇത് മാത്രമല്ല, ഘടകകക്ഷികളുടെ കൃത്യമായ ഇടപെടൽ കൂടി ആയപ്പോഴാണ് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് AICC തീരുമാനിച്ചത്. ശരിക്കും ഇത്ര ദിവസമൊന്നും പോകേണ്ടിയിരുന്നില്ല, നേരത്തെ തന്നെ പ്രഖ്യാപിക്കാമായിരുന്നതാണ്. കാരണം കേരളത്തിലെ മുതിർന്ന ചില നേതാക്കന്മാരുടെ വളരെ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ AICC അറിയിച്ചിരുന്നു. അത് ഹൈക്കമാൻഡും ചർച്ച ചെയ്തതാണ്. മാത്രമല്ല കെ.സി. വേണുഗോപാൽ ഇപ്പം നിലവിൽ ആലപ്പുഴ MP ആണ്. അതുകൊണ്ട് തന്നെ ഒരു MLA രാജിവെച്ച് വേണം അദ്ദേഹത്തിന് MLA ആവണമെങ്കിൽ, എങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയെ തുടരാൻ പറ്റുള്ളൂ. 6 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിന്നെ തുടരണമെങ്കിൽ MLA ആവണം. അപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരും. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ പല സമയങ്ങളിലായി ചർച്ച ചെയ്ത വിഷയമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളെ അതിജീവിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും അത് കോൺഗ്രസിന് വലിയ ക്ഷീണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നേരത്തെ കെ മുരളീധരൻ മന്ത്രിയാവുകയും അദ്ദേഹം വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോയൊക്കെ ചരിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചിട്ടും ഈ ഘടകകക്ഷികളുടെയൊക്കെ പിന്തുണ വളരെ വ്യക്തമായി ലഭിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാമെന്നറിയില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൽ തന്നെ വലിയ വിഭാഗീയത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് AICC നേതൃത്വം അവസാനം എന്നാൽ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് തീരുമാനിച്ചത്. അപ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്, ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തല ചിത്രത്തിൽ ഉണ്ടായിരുന്നു അവസാനം വരെ. പക്ഷേ രമേശ് ചെന്നിത്തലക്ക് പ്രതീക്ഷിച്ച സീറ്റ് ലഭിച്ചില്ല മുഖ്യമന്ത്രി. എനിക്ക് തോന്നുന്നു നമ്മൾ അതിന് ആ ഒരു വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്ത് പോകുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. അല്ല, ഈ വിഷയം കൂടെ നമ്മൾ ചർച്ച ചെയ്ത് പോകണം. കാരണം നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയേണ്ടി വരും. കാരണം വയനാട്ടിലെ സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട്, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഒരു വളരെ ത്രട്ടൺ കൊടുത്തു. ആ ത്രട്ടന്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും ആ ഒരു രീതിയിലേക്ക് പോകേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഒടുവിൽ വി ഡി സതീശനിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും തലമുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല. കാരണം ഇതിന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്
രമേശ് ചെന്നിത്തലയായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം നിരവധിയായ ആരോപണങ്ങൾ പിണറായിക്കെതിരെ ഉന്നയിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രതീക്ഷയിലേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോൾ വി ഡി സതീശൻ്റെ മുന്നിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല വലിയ കടുത്ത പ്രതിഷേധത്തിലാണ്. തീർച്ചയായും സീനിയോറിറ്റി പരിഗണിക്കണം എന്നുള്ളത് അദ്ദേഹം നിരന്തരമായി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് വലിയ വിഷയമാണ്. അപ്പോൾ വി ഡി സതീശന് ഒരു വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും രമേശ് ചെന്നിത്തലയുടെ കൂടി പിന്തുണ ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. കാരണം വി ഡി സതീശൻ ഇതുവരെ മുഖ്യമന്ത്രി ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ആവുകയാണ്. മന്ത്രിയൊന്നും ആയിട്ടുള്ള പരിചയമില്ല. അപ്പോൾ നേരത്തെ 28ാമത്തെ വയസ്സിൽ മന്ത്രിസ്ഥാനത്തേക്ക് വന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു മന്ത്രി എന്ന നിലയിലൊക്കെ ഒരുപാട് പരിചയസമ്പത്തുള്ള ഒരു നേതാവാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വി ഡി സതീശന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വി ഡിക്ക് തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ കൂടി പിന്തുണ അനിവാര്യമാണ് എന്നുള്ള ഞാൻ പറഞ്ഞു വന്നത്. മറ്റൊന്ന്, കേരളത്തിൻ്റെ ഇപ്പോൾ ഒരു ധനസ്ഥിതി എന്ന് പറഞ്ഞാൽ അത്ര ശുഭകരമല്ല എന്നുള്ളതുണ്ട്. KSRTC പോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ തരത്തിലുള്ള സാമ്പത്തിക പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അത് എങ്ങനെ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ചൊക്കെ വലിയ പ്രശ്നങ്ങൾ വി ഡി സതീശൻ്റെ മുന്നിലുണ്ട്. എങ്ങനെ KSRTCയെ അപകടകരമല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. 90 കോടി രൂപയൊക്കെ ഒരു മാസം ഇതിനു വേണ്ടി മാത്രം കണ്ടെത്തണം. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പോക്കറ്റ് മണിയായിട്ട് 1000 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണം തുടങ്ങി അതുകൊണ്ട് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. അങ്ങനെ സാമ്പത്തികമായി വലിയ ബാധ്യതകൾ ഈ കോൺഗ്രസിന്റെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് വി ഡി സതീശൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പിന്നെ മാത്രമല്ല, നവകേരളം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് പല രംഗങ്ങളിലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ വലിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഇതൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ വളരെ ശക്തമായ ഒരു മന്ത്രിസഭ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ തന്നെ ഈ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ തന്നെ 10-11 ദിവസം ചർച്ച ഉണ്ടാവേണ്ടി വന്നു. ഇനി മന്ത്രിമാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ചർച്ചകളും അടിയും ഒക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ എങ്ങനെ അനുനയിപ്പിക്കും, ആരൊക്കെ ആയിരിക്കും മന്ത്രിസഭയിൽ വരിക, ഏതൊക്കെ വകുപ്പുകളായിരിക്കും കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വലിയ വിഷയങ്ങളുണ്ട്. എല്ലാ വകുപ്പുകളും വി ഡി സതീശന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും ആ വകുപ്പുകൾ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന നേതാക്കന്മാരെ MLA-മാരെ കണ്ടെത്തണം, അവരെ മന്ത്രിമാരാക്കണം, കൃത്യമായി വകുപ്പ് വിഭജനം നടത്തണം. ഇത്തരം വിഷയങ്ങളൊക്കെ വി ഡി സതീശന്റെ മുന്നിലുള്ള വലിയ പ്രതിസന്ധികളാണ്. രമേശ് ചെന്നിത്തല ചിലപ്പോൾ അന്വയിപ്പിക്കാൻ വേണ്ടി AICC നേതൃത്വം ഇടവരായിരിക്കും. ഹൈക്കമാൻഡ് നേരിട്ട് അദ്ദേഹത്തിനെ രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ അന്വയിപ്പിക്കാൻ വേണ്ടി വിളിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായും രാഹുൽ ഗാന്ധി ചിലപ്പോൾ അദ്ദേഹത്തിനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉടൻ തന്നെ നടത്താൻ സാധ്യതയുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ സംഘടനാപരമായ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ മറ്റു നേതാക്കന്മാർ ചെയ്തേക്കും. പക്ഷേ ഭരണപരമായ കാര്യങ്ങളിൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ചൊക്കെ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതുണ്ട്. സതീശന് നല്ലൊരു ടീമിനെ ലഭിച്ചില്ലെങ്കിൽ ഈ മന്ത്രിസഭ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരും. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകും? ഇവിടെ വലിയ കടവും കടത്തിന്റെ മേലെ കടവും ഒക്കെ നിൽക്കുന്ന ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യമാണ്. കാരണം വി ഡി സതീശൻ നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന്റെ കരങ്ങളിലേക്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ആ വകുപ്പ് ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ കൈവശമാണെങ്കിൽ അവിടെ നടക്കുക വെറും കച്ചവടങ്ങൾ മാത്രമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇത്തരം വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ധനസ്ഥിതി വളരെ മോശമാണ്. ആരോഗ്യരംഗത്തും വളരെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിലും ഒക്കെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകണം. പ്രത്യേകിച്ചിട്ടും ഒരു എഡ്യൂക്കേഷൻ ആണ് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം എന്ന് പറയുന്നത്. ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ പോളിസി വളരെ നിർണായകമാണ്. അതുകൊണ്ട് ആ എഡ്യൂക്കേഷൻ പോളിസി നിർണ്ണയിക്കുന്നതിലൊക്കെ എന്തായിരിക്കും ഇനി സതീശൻ എടുക്കുന്ന നിലപാട് എന്നുള്ളതൊക്കെ വലിയ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഈ PM-ശ്രീ പോലെയുള്ള പദ്ധതികൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കേന്ദ്രം നിരന്തരമായി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ആ പദ്ധതിയോടുള്ള വി ഡി സതീശൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് വലിയ വിഷയമാണ്. ഘടകകക്ഷിയുടെയൊക്കെ കയ്യിലൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തൊരു വിഷയമായതുകൊണ്ടാണ് ഘടകകക്ഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ചിലപ്പോൾ കഴിയാതെ വരും. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ മാത്രമായിരിക്കും നിലപാടുകൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നൊക്കെ നേരത്തെ ബിന്ദു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പദ്ധതി ഇവിടെ നടപ്പിലായിട്ടില്ല. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിലെ
3 ഇയർ ബിരുദ കോഴ്സുകൾ അത് 4 ഇയർ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതുപോലെ സർവകലാശാലകൾ കുത്തൊഴിഞ്ഞു കിടക്കുന്നത്, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്തായിരിക്കും നിലപാട് എന്നൊന്നും ഗവർണറുമായിട്ടുള്ള ബന്ധം, അതെ, ഗവർണറുമായിട്ടുള്ള ബന്ധം ഒക്കെ വലിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് നിരവധി വിഷയങ്ങൾ എന്തായാലും സർക്കാരിന്റെ മുന്നിലുണ്ട്. വളരെ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ആണ് സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച ചെയ്യണം. അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വി.ഡി. സതീശൻ വലിയ ഭാരിച്ച ചുമതലയാണ് ഏറ്റെടുക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല, ഭരണകക്ഷിയായി മുഖ്യമന്ത്രിയായി മാറുന്ന സമയത്ത് അദ്ദേഹത്തിന് മൊത്തത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും വി.ഡി. സതീശൻ ഇത് വളരെ നല്ല ഭംഗിയിൽ കൊണ്ടുപോകും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ ഈ സർക്കാർ അല്ലെങ്കിൽ വി.ഡി. സതീശൻ സർക്കാർ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ആകെ പറയാൻ പറ്റുന്നത്. ഈ വി.ഡി. സതീശനെ തുടക്കം തൊട്ടേ തന്നെ ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന 2 സംഘടനകൾ എന്ന് പറയുന്നത് NSSഉം അതുപോലെ തന്നെ SNDP ആണ്. അപ്പോൾ SNDP വളരെ പരസ്യമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ വി.ഡി. സതീശൻ ജയിക്കരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ അദ്ദേഹത്തിന്റെ ആവശ്യം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. വി.ഡി. സതീശൻ വലിയ ഭൂരിപക്ഷം തന്നെ ജയിച്ചു. സുകുമാരൻ നായരും വി.ഡി. സതീശനെതിരായിരുന്നു. കാരണം ഇദ്ദേഹം വി.ഡി. സതീശൻ നായരാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയോടായിരുന്നു. സുകുമാരൻ നായർ ഇന്നിപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് തെരഞ്ഞെടുത്തിരിക്കുന്ന മാനദണ്ഡം ശരിയായിട്ടില്ല. സുകുമാരൻ നായർ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? അതാണ് എന്റെ ഒരു ചോദ്യം. പാണക്കാട് തങ്ങൾക്ക് ഇടപെടാമെന്നുണ്ടെങ്കിൽ സുകുമാരൻ നായർ പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ അതിനപ്പുറത്ത് 1000 ഇതില് സുകുമാരൻ നായർക്ക് സുകുമാരൻ നായർക്ക് ഇടപെടാൻ പറ്റത്തില്ല. പാണക്കാട് തങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. വെള്ളാപ്പള്ളി നടേശനും ഇതിൽ ഇടപെടാൻ യാതൊരു അവകാശമില്ല. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പൗരൻ സമുദായ നേതാവാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല. വെള്ളാപ്പള്ളിക്ക് അഭിപ്രായം പറയാം, മറ്റേ ഈ പറഞ്ഞ സുകുമാരൻ നായർക്ക് അഭിപ്രായം പറയുന്നത് എന്താ പ്രശ്നം? കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയല്ല തീരുമാനിക്കേണ്ടതെന്നൊക്കെ അഭിപ്രായം പറയും. നമ്മൾ അഭിപ്രായം പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ അവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? സുകുമാരൻ നായർ വി.ഡി. സതീശനോട് നേരത്തെ തന്നെ ശത്രുത പ്രഖ്യാപിച്ചതുകൊണ്ടാണ് വി.ഡി. സതീശൻ. അത് പലർക്കും പലരോട് ശത്രുത ഉണ്ടാവും. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നറിയാമോ? വി.ഡി. സതീശനോട് പിന്നെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച 2 പേർക്ക് നിരാശ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വിഷയം. അത്രേ ഉള്ളൂ.